+2 കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒരു എൻജിനീയർ ആകുക അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആകുക എന്ന് സ്വപ്നം കണ്ട് യാത്ര തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളാണ് എങ്കിൽ, അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യാനുള്ളൊരു മനസ്സ് നിങ്ങൾക്കുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും 100% വിശ്വസിച്ച് കയറി വരാവുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സൈലം. സൈലത്തിനെ കുറിച്ച് ഓൾറെഡി നിങ്ങൾക്ക് അറിയാം, അവിടുത്തെ മെത്തഡോളജിനെ കുറിച്ചെല്ലാം അറിയാം. സോ ഞാൻ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു റിലയബിൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് സൈലം എന്ന് എന്തുകൊണ്ട് നമ്മൾ പറയുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് മനസ്സിലാകുന്ന ഒരു രീതിയിൽ പറഞ്ഞു തരിക എന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. നമുക്കറിയാം, ഒരു കുട്ടി +1 +2 സ്കൂൾ റെഗുലർ സ്റ്റഡീസ് കഴിഞ്ഞിട്ട് അവൻ്റെ അല്ലെങ്കിൽ അവളുടെ എൻട്രൻസ് എക്സാം പ്രിപ്പറേഷനിലോട്ട് വരുന്ന സമയത്ത്, റിപ്പീറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് അവരുടെ മുന്നിലുള്ളൊരു കുറച്ച് ഡൗട്ട്സ് ഉണ്ടാകും അല്ലേ? അപ്പോൾ അതിനെയൊക്കെ അക്കാഡമിക്കലി എങ്ങനെ സൈലം അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളിടത്ത് തന്നെയാണ് സൈലത്തിൻ്റെ പ്രത്യേകതയും. സൈലത്തിൻ്റെ ഹൈബ്രിഡ് സിസ്റ്റം ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വളരെ ഒരു സ്ട്രോങ് ബാക്ക് ബോൺ ആയിട്ട് നിൽക്കുന്ന ഒരു സിസ്റ്റമാണ്. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാ കുട്ടികളും ഡിഫറെൻറ്റ് അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതാണെന്നും അവരുടെ ലേണിംഗ് കൾച്ചർ ഡിഫറെൻ്റ് ആണ് എന്നും നല്ല ബോധ്യത്തോടെ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു അക്കാഡമിക് പ്ലാറ്റ്ഫോമാണ് സൈലം. അങ്ങനെ ഡിഫറെൻറ്റ് അക്കാഡമിക് കൾച്ചറിൽ നിന്നിട്ട് വരുന്ന ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ടുള്ള കുട്ടികൾ വരുമ്പോൾ അവർക്ക് പഠിക്കാനായിട്ടുള്ള മെത്തഡോളജിയും അവർക്ക് ഒരേ ലെവലിലോട്ട് എത്താനായിട്ട് നമ്മൾ ഓഫർ ചെയ്യുന്ന ഒരു സിസ്റ്റം, അവിടെയാണ് ഹൈബ്രിഡിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സിഗ്നിഫിക്കൻസ് ഇരിക്കുന്നത്. ഹൈബ്രിഡിൻ്റെ സിസ്റ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം നിങ്ങൾ പ്രീ റെക്കോർഡഡ് വീഡിയോ കാണും, അതിനുശേഷമായിരിക്കും ലൈവ് ക്ലാസ് എക്സ്പീരിയൻസ് വരുന്നത്. സോ ഈ പ്രീ റെക്കോർഡഡ് വീഡിയോയിൽ നിങ്ങൾ നെക്സ്റ്റ് ഡേ, അതായത് ഡേ 1 പഠിക്കാൻ പോകുന്ന ലൈവ് ക്ലാസ്സിൽ നിങ്ങളുടെ ടീച്ചറുമായിട്ടുള്ള ഇൻട്രാക്ഷനിൽ പഠിക്കാൻ പോകുന്ന അതേ കണ്ടന്റ് തന്നെയായിരിക്കും ഡേ 0 നിങ്ങൾ ഹോസ്റ്റലിലിരുന്ന് അല്ലെങ്കിൽ വീടുകളിലിരുന്നിട്ട് പ്രീ റെക്കോർഡഡ് വീഡിയോയിൽ പഠിക്കുക. അങ്ങനെ പ്രീ റെക്കോർഡഡ് വീഡിയോയിലൂടെ ഇതേ കണ്ടന്റ് ഒരു ദിവസം മുമ്പ് പഠിക്കുമ്പോൾ, ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ ആ പ്രീ അക്കാഡമിക് ലേണിംഗ് എക്സ്പീരിയൻസിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ സംഭവിച്ചിട്ടുണ്ടായിരുന്ന എല്ലാ ഗ്യാപ്സും പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ആവശ്യമുള്ള സമയമെടുത്ത് നിങ്ങളുടെ ലേണിംഗ് മെത്തഡോളജി, ചിലർക്ക് വായിച്ച് പഠിക്കുന്നതായിരിക്കും ഇഷ്ടം, ചിലർക്ക് വായിച്ച് പഠിച്ചത് നോട്ട് ചെയ്യണമായിരിക്കും. സോ നിങ്ങളുടെ ലേണിംഗ് മെത്തഡോളജി എന്തുമായിക്കോട്ടെ, ആ കണ്ടന്റ് നല്ല രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റുന്നതിനായിട്ട് പ്രീ റെക്കോർഡഡ് വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ പ്രീ റെക്കോർഡഡ് വീഡിയോ കണ്ട് നിങ്ങൾ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണോ വന്നത്, നിങ്ങളുടെ ലേണിംഗ് പേസ് എന്തായിരുന്നു, നിങ്ങളുടെ പോരായ്മ എന്തായിരുന്നു, എന്തെല്ലാമാണോ നിങ്ങൾക്ക് ഒരു മീഡിയം ലെവലിലോട്ട് എത്താനായിട്ട് വേണ്ടത്, അതിനെ എല്ലാം കവർ ചെയ്യുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഇൻക്രീസിങ് ഡിഫിക്കൽട്ടി ലെവൽ സീക്വൻസിലുള്ള അതേ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, നെക്സ്റ്റ് ഡേ ക്ലാസ്സിലോട്ട് വരുന്നു. സോ ക്ലാസ്സിൽ നിങ്ങൾ വരുന്ന സമയത്ത് അതിന് മുന്നേ ഉള്ള ആൾക്കാരുമായിട്ടുണ്ടായിരുന്ന നിങ്ങളുടെ ഡിഫറൻസ്, ഒരുപക്ഷെ ഉണ്ടായിരുന്ന ഡിഫറൻസ് എല്ലാം ആ ഒരു ദിവസത്തോടെ ഡേ 0 ഇല്ലാണ്ടാവുകയാണ്. സോ അങ്ങനെ ഇല്ലാണ്ടാകുമ്പോൾ പിയർ പ്രഷർ എന്നുള്ള ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഫാക്ടറിനെയാണ് നിങ്ങൾ പോലും അറിയാണ്ട് നിങ്ങളുടെ ലൈഫിൽ നിന്നിട്ട് നിങ്ങൾ ഒഴിവാക്കി വരുന്നത്. അങ്ങനെ ഒരു പ്രഷറും ഇല്ലാണ്ട് നെക്സ്റ്റ് ഡേ നിങ്ങൾ ക്ലാസ്സിലെത്തുമ്പോൾ ടീച്ചർ പറയുന്നതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. എല്ലാ കുട്ടികളെയും പോലെ, അതായത് നിങ്ങളുടെ ഫ്രണ്ട്സ് സോൾവ് ചെയ്യുന്ന അതേ രീതിയിൽ അതേ സ്പീഡിൽ ഒരുപക്ഷെ അവരെക്കാളും ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ള കോൺഫിഡൻസ് നിങ്ങൾക്ക് ഡേ 1 തൊട്ട് തന്നെ കിട്ടാൻ തുടങ്ങും. ആ കോൺഫിഡൻസ് ഫാക്ടറാണ് അവസാനം വരെ നിങ്ങളെ പുഷ് ചെയ്ത് കൊണ്ടുപോകുന്നത്. സോ ഇതാണ് ഫസ്റ്റ് ലേണിംഗ് ഫേസിനെ സംബന്ധിച്ചിടത്തോളം. സോ ലേണിംഗ് കഴിഞ്ഞു, അതായത് ലേണിംഗ് ഫേസ് കഴിഞ്ഞതിന് ശേഷം തൊട്ടടുത്ത് വരുന്നതാണ് നിങ്ങൾ പഠിച്ച കാര്യങ്ങളെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നു. എങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നു, ആ പ്രാക്ടീസ് ചെയ്തതിനകത്ത് നിങ്ങൾ എത്രമാത്രം അതിനെ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലൂടെ അതിനെ റെപ്രസെൻറ്റ് ചെയ്തു എന്നുള്ളൊരു കാര്യം. സോ അവിടെ വരുമ്പോഴത്തേക്കും DPPs നിങ്ങൾക്ക് എക്സ്ട്രീംലി ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ഭാഗമാണ്. ആ DPPയിൽ, അതായത് ഡേ 0 + ഡേ 1 നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയ കോൺസെപ്റ്റ്സ് ബേസ്ഡ് DPPs സോൾവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഉണ്ടാകും. ആ DPPക്കകത്ത് ഡേ 1 ഡേ 0 നിങ്ങൾ കണ്ടതും സോൾവ് ചെയ്തതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ സിമിലർ പാറ്റേൺസിലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് ഡ്രാഫ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻസോ ആയിരിക്കും നിങ്ങൾക്ക് എന്തുണ്ടാകുക, DPPക്കകത്ത് കിട്ടുന്നത്. സോ ആ DPPയിലെ ക്വസ്റ്റ്യൻസ് കൂടെ അഡ്രസ്സ് ചെയ്യുമ്പോൾ നിങ്ങൾ പഠിച്ച ആ ഒരു കണ്ടന്റിനെ ബേസ് ചെയ്തിട്ട് വരാനുള്ള സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻസിനെയും അഡ്രസ്സ് ചെയ്യാനുള്ള ലെവൽ 2 നിങ്ങൾ എസ്കലേറ്റ് ചെയ്യപ്പെടുകയാണ്. Now comes the third and the most important thing, അതായത് എക്സാംസ്. പഠിച്ച സാധനങ്ങൾ
ലിമിറ്റഡ് ടൈമിനകത്ത് ക്വസ്റ്റ്യൻസ് ഫോർമാറ്റിൽ വന്നു കഴിയുമ്പോൾ അതിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളതാണ് എക്സാമിൽ നിങ്ങളെ വിലയിരുത്തപ്പെടുന്നത്. സോ അതിനായിട്ടുള്ള നമ്മുടെ ഹൈബ്രിഡ് സിസ്റ്റത്തിനകത്ത് തന്നെ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു കാര്യമാണ് GIB എന്ന് പറയുന്നത്. സോ GIB എക്സാം വരുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ പഠിച്ചു വച്ചിരിക്കുന്ന ആ കണ്ടന്റിനെ നല്ല രീതിയിൽ ഒരു എക്സാം ഫോർമാറ്റിലോട്ട് മാറി വരുന്ന സമയത്ത് നിങ്ങൾ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, എങ്ങനെ അതിനെ അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം കൂടെ വരുന്നു, നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് അവിടെ ഒരു സപ്പോർട്ട് സിസ്റ്റം കിട്ടുകയാണ്. സോ ലേണിങ്ങിൽ നിങ്ങളുടെ ഗ്യാപ്പ് ഫില്ലിംഗ്, അതുപോലെ തന്നെ ആ പഠിച്ച കോൺസെപ്റ്റ്സിനെ ബേസ് ചെയ്തിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ അതേ പാറ്റേണിലുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സോൾവ് ചെയ്യാനായിട്ടുള്ള സമയം, മൂന്നാമത് അങ്ങനെ പഠിച്ച് തയ്യാറായി കംപ്ലീറ്റ്ലി എക്സാമിനെ ഫേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ കംപ്ലീറ്റ് എക്സാംസിന് വേണ്ടിയിട്ട് എത്രമാത്രം തയ്യാറാണ് എന്നുള്ള എക്സാം പാറ്റേൺ, അതായത് GIB എക്സാമിനേഷൻസ് അവിടെ നിങ്ങളുടെ പോരായ്മകളെ ഫില്ല് ചെയ്യുന്നു. അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് പതുക്കെ എന്ത് ചെയ്യുന്നു, ഒരു നാഷണൽ ലെവലിലുള്ള JEE മെയിൻ, അഡ്വാൻസ് അല്ലെങ്കിൽ നീറ്റ് എക്സാംസിലോട്ട് നിങ്ങളെ സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു ലേണിംഗ്, സയൻറ്റിഫിക് ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോമാണ് സൈലത്തിൻ്റെ ഹൈബ്രിഡ് ലേണിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എന്തുമായിക്കോട്ടെ, ഹാർഡ് വർക്ക് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ, ട്രസ്റ്റ് ചെയ്ത് 100% വിശ്വസിച്ച് കയറി വരാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഓൾ ദ വെരി ബെസ്റ്റ്.